Hi friends, welcome to Shameeskitchen Kitchen. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് ദോശയുടെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടിട്ട് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ തേങ്ങാ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ ഈ കഷ്ണങ്ങളായിട്ടുള്ള തേങ്ങകൾ എടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ അരിഞ്ഞ് നമുക്ക് ചേർക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറം ഭാഗത്തുള്ള നമ്മുടെ ആ തേങ്ങയുടെ പുറം ഭാഗത്തുള്ള ആ ഒരു ബ്രൗൺ കളർ നമുക്കൊന്ന് അരിഞ്ഞ് മാറ്റാൻ വേണ്ടി പറ്റും. അപ്പോഴത്തേക്കും നല്ല വൈറ്റ് കളറിൽ നമ്മുടെ തേങ്ങാ ചമ്മന്തി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിരകിയും ചേർക്കാവുന്നതാണ്. എങ്കിൽ പിന്നെ ഒരു 1-2 കപ്പ് അളവിൽ നമുക്ക് തേങ്ങ എടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനനുസരിച്ചിട്ട്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 ചെറിയുള്ളിയാണ്. സവാള ചേർക്കരുത് കേട്ടോ, അതിൻ്റെ ടേസ്റ്റ് പാടെ മാറിപ്പോവും. അതുപോലെ തന്നെ ചെറിയ പീസ് അളവിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളക് ഇച്ചിരി വലിയതാണെന്നുണ്ടെങ്കിൽ ഒരു 2 ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ചമ്മന്തിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി നമ്മുടെ ഈ ചമ്മന്തിക്ക് എത്രത്തോളം കട്ടി വേണമോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത്. നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം നമുക്കിനി. ഈ ഒരു രീതിക്ക് നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. താളിച്ച് ചേർക്കുന്നതിനായിട്ട് ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 2 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ചെറിയുള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. കളറൊന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ചൂടോടുകൂടി തന്നെ താളിപ്പ് നമുക്ക് ചമ്മന്തിയിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെയോ ഇഡ്ലിയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തേങ്ങാ ചമ്മന്തി എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.